കാർലോ ആൻസലോട്ടിയുടെ ബ്രസീൽ സ്ക്വാഡിലെ പ്രധാന കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് റയാൻ വിറ്റർ സിംപ്ലിസിയോ റോഷൻ എന്ന് നിസ്സംശയം പറയാം. 19കാരനായ ഈ ബ്രസീലിയൻ വിംഗർക്ക് ലോകകപ്പ് ടീമിൽ സ്ഥാനം കിട്ടിയത് എസ്റ്റാവയുടെ പരിക്കിനെ തുടർന്നാണ്. ലോകകപ്പിന് മുന്നോടിയായി ബ്രസീൽ 6-2 പനാമയെ കീഴടക്കിയപ്പോൾ തന്റെ കന്നി ഗോൾ കണ്ടെത്തി റയാനും ആ ആറാട്ടിൽ പങ്കുചേർന്നിരുന്നു. ബ്രസീലിയൻ ക്ലബായ വാസ്കോഡഗാമയുടെ യൂത്ത് അക്കാദമിയിലൂടെയാണ് റയാൻ തന്റെ കരിയർ ആരംഭിച്ചത്. ക്ലബിനെ കോപ്പ ഡു ബ്രസീൽ ടൂർണമെന്റിന്റെ ഫൈനലിൽ എത്താൻ സഹായിച്ച പ്രകടനമാണ് താരത്തെ ശ്രദ്ധേയനാക്കിയത്. ആ സീസണിൽ 20 ഗോളുകൾ അടിച്ചുകൂട്ടിയ റയാനിന്റെ പ്രകടനം ലോകത്തിന്റെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റി. 2026 ജനുവരിയിൽ ഏകദേശം 30 ബില്യൺ പൗണ്ടിലധികം ട്രാൻസ്ഫർ തുകയ്ക്കാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ബോൺമൌത്ത് റയാനെ സ്വന്തമാക്കിയത്. ബോൺമൌത്തിനായി കളിച്ച ആദ്യ 3 മത്സരങ്ങളിൽ തന്നെ 2 ഗോളുകളും 1 അസിസ്റ്റും നേടി റയാൻ ഇംഗ്ലണ്ടിൽ തകർപ്പൻ തുടക്കം കുറിച്ചു. റോബി കീൻ, ആന്റണി മാർഷൽ എന്നിവർക്ക് ശേഷം പ്രീമിയർ ലീഗിലെ ആദ്യ 3 മത്സരങ്ങളിലും ഗോൾ കോൺട്രിബ്യൂഷൻ നൽകുന്ന 3ാമത്തെ താരമെന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. സീസണിൽ 15 മത്സരങ്ങളിൽ നിന്നായി 5 ഗോളുകൾ നേടി ക്ലബിന്റെ ചരിത്രത്തിലാദ്യമായി അവർക്ക് യൂറോപ്യൻ ഫുട്ബോൾ ക്വാളിഫിക്കേഷൻ നേടിക്കൊടുക്കാനും ഈ ബ്രസീലിയൻ യുവ പ്രതിഭയ്ക്കായി.